ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പ്രളയം കൊടുമ്പിരി കൊണ്ടിരുന്ന ആ സമയത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെടുകയുണ്ടായി, കേരളത്തിലെ ജീവനക്കാരോട് 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുക. ഒന്നിച്ച് നൽകാൻ കഴിയില്ല, കാരണം അസംഖ്യം ചിലവുകൾ എല്ലാവർക്കുമുണ്ട്. ദുരിതകാലം എല്ലാവർക്കും കൂടി ചേർന്നത് തന്നെയാണ്. അതുകൊണ്ട് 10 മാസമായി പ്രതിമാസം 3 ദിവസത്തെ എന്ന നിലയ്ക്ക് 10 മാസം കൊണ്ട് 30 ദിവസത്തെ 1 മാസത്തെ ശമ്പളം നൽകിയാൽ മതിയാകും എന്ന നിലയ്ക്കും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് കേരളത്തിലെ ജീവനക്കാരോട് മാത്രമല്ല, ഇന്ത്യയിൽ മലയാളികൾ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ, ഇവരൊക്കെ കൈകോർത്ത് പിടിച്ച് ഒന്നിച്ചു നിന്ന് ഇത്തരം ശ്രമങ്ങളിൽ പങ്കെടുത്താൽ ഈ ദുരന്ത സാഹചര്യത്തെ നമുക്ക് നിഷ്പ്രയാസം അതിജീവിക്കാൻ കഴിയുമെന്ന അപാര വിശ്വാസവും മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. അതേ സംബന്ധിച്ച് തുടർ വാർത്തകൾ വരുന്നു. കേരളത്തിലെ ജീവനക്കാർ അതെങ്ങനെയാണ് കൈയേറ്റിയിരിക്കുന്നത്? ആ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. ശമ്പളം തരാം, നിർബന്ധിക്കരുത് എന്ന ശീർഷകത്തിൽ ശമ്പളം തരുന്നതുമായി ബന്ധിപ്പിച്ച്, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 1 മാസത്തെ ശമ്പളം നിക്ഷേപിക്കുന്നതുമായി ബന്ധിപ്പിച്ച് വാർത്തകൾ വരുന്നു. തരാം, പക്ഷേ നിർബന്ധിക്കരുത്. സമ്മതപത്രമില്ലാതെ ദുരിതാശ്വാസ തുക പിടിക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു. പ്രതിപക്ഷ സംഘടനകളുടെ എതിർപ്പിനിടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 1 മാസത്തെ ശമ്പളം നൽകണമെന്ന നിലപാടിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഇക്കാര്യത്തിൽ ആരെയും നിർബന്ധിക്കില്ലെന്ന് സർവീസ് സംഘടനകളുടെ യോഗത്തിൽ മന്ത്രി അറിയിക്കുകയും ചെയ്തു. എന്നാൽ 1 മാസത്തെ ശമ്പളം നിർബന്ധമായി ഈടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇത് അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷ അധ്യാപക സർവീസ് സംഘടനകൾ ചർച്ചയ്ക്ക് ശേഷം അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇത്തരമൊരാവശ്യം മുന്നോട്ട് വെച്ച ദുരന്തപൂർണമായ ആ സമയത്ത് പ്രതിപക്ഷ നേതാവും ഇതിനോട് പൂർണ്ണമായും യോജിച്ചു എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിൻ്റെ 1 മാസത്തെ ശമ്പളം പ്രതിപക്ഷ നേതാവ് നിലയ്ക്കുള്ള ശമ്പളം നൽകുകയുണ്ടായി. MLA-മാർ എല്ലാവരും അങ്ങനെ ചെയ്യുകയുണ്ടായി. അങ്ങനെ 1 മാസത്തെ വേതനം എന്നത് ഒരു ശരാശരി ദുരന്ത നിവാരണ രംഗത്തെ സംഭാവനയായി മാറിത്തീരുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ സംബന്ധിച്ച് NGO-മാരാണല്ലോ, അവർക്ക് ഈ പണത്തിന് വലിപ്പമേറും. സാധാരണ തൊഴിലാളികളാണെങ്കിൽ സാഹചര്യത്തിൻ്റെ മഹത്വമറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറാനുള്ള മെയ്വഴക്കം കൂടുതലാണ്. NGO-മാർക്ക്, സ്ഥിര വരുമാനക്കാർക്ക് അങ്ങനെ ചില ദുശീലങ്ങളുണ്ട്. ഒക്കെ ഇങ്ങോട്ട് ലഭിച്ചോട്ടെ എന്നല്ലാതെ ഒരു ദമ്പിടി അങ്ങോട്ടേക്ക് എന്ന മനോഗതി കുറവാണ്. അത് സ്ഥിര വരുമാനക്കാരുടെ ഒരു ദൗർബല്യമാണ്. ആ ദൗർബല്യത്തിൻ്റെ വളരെ നിസ്സാരമായ ഒരു പ്രകടനം എന്ന നിലയ്ക്ക് മാത്രം ഇത് കണ്ടാൽ മതിയാകുമെന്നാണ് കണക്കാക്കേണ്ടത്. കാരണം അത് ഒരു ക്ലാസിൻ്റെ, ഒരു വർഗത്തിൻ്റെ സഹജ വികാരമാണ്. കൊടുക്കില്ല, എല്ലാം എടുക്കും. ഏതായാലും അതേ സംബന്ധിച്ച് നിസ്സാരം ആണ് എങ്കിലും ചെറിയ വ്യത്യസ്തതകൾ വന്നിരിക്കുന്നത് കൊണ്ട് ഇനി 1 മാസത്തെ ശമ്പളം നൽകുന്ന സമയത്ത് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു എങ്കിൽ ലീവ് സറണ്ടറിലോ അല്ലെങ്കിൽ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്നുള്ള വിഡ്രോവലിലോ ഒക്കെ അത് നൽകാം എന്ന കൂടുതൽ ഉദാരമായ നിലപാടിലേക്ക് ധനമന്ത്രി വന്നിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അതിനോട് യോജിക്കേണ്ടി വരും. ചിലർ ആത്മപ്രചോദിതമായി, ചിലർ സ്വമേധയാ, അങ്ങനെയാണ് ഭൂരിപക്ഷം എപ്പോഴും. അത് കേരളത്തിലെ സംഘബോധമുള്ള NGO-മാരിൽ ഭൂരിപക്ഷവും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ചുരുക്കം ചില കക്ഷികൾ, അതാണ് ബുദ്ധിമുട്ട്. നൽകുന്നതിന് വിഷമമുള്ള ആളുകൾ പതുക്കെ പിച്ച വെച്ചാണെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് അവരുടെ അപകടങ്ങൾ പുറത്തറിയുമോ എന്ന ഭയം കൊണ്ടുപോലും ഒരുപക്ഷെ നൽകുന്നുണ്ടാവും. എന്തായാലും മൊത്തം ആളുകൾ നൽകുക തന്നെ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ജീവനക്കാർ സർക്കാർ തീരുമാനത്തിന് അനുകൂലമാണ് എന്ന് ധനമന്ത്രി തോമസ് ഐസക് പ്രതീക്ഷിക്കുന്നു. അത് കാണുക.
ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിൽ ജീവനക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ശമ്പളത്തിന് പകരം തുല്യമായ തുക PF-ൽ നിന്ന് വായ്പയെടുത്ത് നൽകുന്ന കാര്യവും ചർച്ചയിൽ വന്നു. ഇത് പരിഗണിച്ചായിരിക്കും സർക്കാർ ഉത്തരവ്. ഇക്കാര്യത്തിൽ 1 മാസത്തെ ശമ്പളത്തെ സംബന്ധിച്ച് ഇപ്പോൾ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2-3 ദിവസത്തിന് ഉള്ളിൽ ഒരു ഉത്തരവ് പുറത്തേക്ക് വരും. അപ്പോഴും ചില്ലറ മുറുമുറുപ്പുകൾ നേരത്തെ സൂചിപ്പിച്ച് എല്ലാം വാങ്ങി ശീലിച്ചു പോയവർ, ബോണസ്, ഓണത്തിൻ്റെ അഡ്വാൻസ്, ശമ്പളം, ഈ നിലയ്ക്ക് വാങ്ങി ശീലിച്ചു പോയ വർഗ ഗുണമുള്ള ഒരു വിഭാഗം, അതിൽ തെന്നിത്തെറിച്ച് ചിലരൊക്കെ മാനസികമായി വിലപിക്കുന്നുണ്ടാകും. ആ പണം പോയല്ലോ ദൈവമേ എന്ന നിലയ്ക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും ഇതിനോട് യോജിക്കുന്നുണ്ട് എന്ന പൊതുവികാരമാണ് അറച്ചറച്ചാണെങ്കിലും പൊതുവെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം സംശയം ഇല്ലാത്ത ഒരു കാര്യമാണ്. ഇതേ വാർത്ത തന്നെ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഭാഗമാണ് കേരള കൗമുദി ഊന്നൽ നൽകി പ്രസിദ്ധം ചെയ്തിട്ടുള്ളത്. ദുരിതാശ്വാസത്തിന് ശമ്പളം സംഘടനകൾ അനുകൂലം എന്ന് തന്നെയാണ് യാതൊരു സംശയവും ഇല്ലാതെ കേരള കൗമുദി പറയുന്നത്. അതിങ്ങനെ: സർക്കാർ ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം പ്രളയ ദുരിതാശ്വാസത്തിന് നൽകുന്നതിന് സർവീസ് സംഘടനകൾ അനുകൂല നിലപാട് അറിയിച്ചു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് 2-3 ദിവസത്തിനകം ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങുമെന്ന് ഡോക്ടർ തോമസ് ഐസക് മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം സംഭാവന ചെയ്യണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന ചർച്ച ചെയ്യാൻ ധനമന്ത്രി വിളിച്ച സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ജീവനക്കാർ അനുകൂലിച്ചു. 1 മാസത്തെ ശമ്പളമായിട്ടല്ല, ലീവ് സറണ്ടർ തുകയായി നൽകാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാമെന്ന് മന്ത്രി പറഞ്ഞു. 1 തവണയായോ 10 മാസമായോ ശമ്പളം നൽകാൻ സൗകര്യമുണ്ട്. ഇങ്ങനെ നൽകുന്ന പണത്തിന് ആദായ നികുതി ഇളവ് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇക്കാര്യത്തിൽ തയ്യാറായും എതിർത്തും സ്വകാര്യമായി എതിർത്തും മനസ്സിൽ കരഞ്ഞ് കൊണ്ടും ഒക്കെ വളരെ ന്യൂനപക്ഷം ഒക്കെ ആളുകൾ ഇതിനോട് പൊതുവിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. സംഘടനകൾ അനുകൂലം എന്ന് സംശയലേശമന്യേ പറഞ്ഞിരിക്കുന്നു കേരള കൗമുദി ഈ വാർത്തയിലൂടെ. കണ്ണൻ ഗോപിനാഥൻ എന്ന IAS-കാരൻ കളക്ടറാണ് കേരളത്തിന് പുറത്ത്. അയാൾ എറണാകുളത്തെത്തിയപ്പോൾ ചുമട്ടുകാരൻ, പ്രളയവുമായി ബന്ധിപ്പിച്ച ഒരു വാർത്തയുടെ പഴയ ഓർമ്മയാണ് പത്രങ്ങൾ തരുന്നത്. ദേശാഭിമാനി ആ വാർത്ത സചിത്രമായി തരുന്നു. മിക്ക പത്രങ്ങളും ആ വാർത്ത തന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരു കളക്ടറായിരുന്നു എന്ന ശീർഷകത്തിലാണ് വാർത്ത കാണുക. തങ്ങൾക്കൊപ്പം 3 ദിവസമായി ചാക്കു ചുമന്നും സാധനങ്ങൾ തരംതിരിച്ചും ഒപ്പമുണ്ടായിരുന്ന യുവാവ് ഒരു കളക്ടറാണെന്നറിഞ്ഞപ്പോൾ സന്നദ്ധ സേവകർ അമ്പരന്നു. അവശ്യ സാധന ശേഖരണവും വിതരണവും നടക്കുന്ന കാക്കനാട് KBPS പ്രസ്സിലാണ് സംഭവം. കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിലെ കളക്ടറായ കണ്ണൻ ഗോപിനാഥൻ അവധിയെടുത്ത് സ്വന്തം നാടായ കേരളത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിന് എത്തിയതായിരുന്നു. അദ്ദേഹം വളരെ സ്വകാര്യമായി, കോട്ടയംകാരനായ കളക്ടർ വളരെ സ്വകാര്യമായി ആരാലും തിരിച്ചറിയപ്പെടാതെ പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ഈ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് വാർത്ത പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കമാണ് വാർത്ത ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. മന്ത്രി G. സുധാകരന് ഒരു കത്തെഴുതിയിരിക്കുന്നു. ദേശീയപാത പ്രളയക്കെടുതി, അതുമായി ബന്ധിപ്പിച്ച് നമ്മുടെ റോഡുകൾ നന്നാക്കണ്ടേ? ആ റോഡുകൾ നന്നാക്കുന്നതുമായി ബന്ധിപ്പിച്ച് PWD മന്ത്രി G. സുധാകരൻ കേന്ദ്രത്തിന് കത്തെഴുതി. കത്തെന്താണ്? ആ വാർത്ത ഇന്ന് പൊതുവാർത്താ പേജിൽ നമുക്ക് ദേശാഭിമാനിയിൽ വായിക്കാം. അതിപ്രകാരം: കേരളത്തിലുണ്ടായ പ്രളയത്തിൻ്റെ ഭാഗമായി തകർന്ന ദേശീയപാതകൾ ഗതാഗത യോഗ്യമാക്കാനും പുനർനിർമ്മാണത്തിനും അടിയന്തര അറ്റകുറ്റപ്പണിക്കുമായി 45.43 കോടി രൂപ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയതായി പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ അറിയിച്ചു. പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി 911.75 കോടി രൂപയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വാർഷിക പദ്ധതി ഇനത്തിൽ മുഖ്യ പരിഗണന നൽകേണ്ട പ്രവൃത്തികൾക്കായി 630.40 കോടി രൂപയുടെ നിർദ്ദേശവും ഉപരിതല ഗതാഗത മന്ത്രാലയം ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയതായും മന്ത്രി അറിയിച്ച വാർത്തയാണ് ദേശാഭിമാനി എന്ന് ഇന്ന് ഉൾപേജിൽ തരുന്നത്. കുട്ടനാട്ടിൽ ദുരന്തം ആവർത്തിച്ചാണ് വന്നത്. 2 തവണ പ്രളയം.
ഒരിക്കൽ പ്രളയം വെള്ളമിറങ്ങി, പിന്നെ ഒരിക്കൽ കൂടി പ്രളയം. അപ്പോൾ വെള്ളം ഇറങ്ങിയില്ല. ഇപ്പോഴും കുട്ടനാട്ടിൽ ഏറ്റവും താഴ്ന്ന പ്രദേശമായ കൈനകരി വെള്ളത്തിനടിയിലാണ്. അവിടുത്തെ വീടിനുള്ളിലും ജലമുണ്ട്, മുറ്റത്തും വെള്ളമുണ്ട്. ഏതായാലും അതുമായി ബന്ധിപ്പിച്ചൊരു വാർത്ത, കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം വന്നു. വെള്ളം സർവത്ര. പക്ഷേ കുടിക്കാൻ ഒരിറ്റു വെള്ളം എടുക്കാനാകില്ല. എല്ലായിടത്തും കുടിവെള്ളം ഒടുവിൽ എത്തിക്കുക തന്നെ ചെയ്തു. സർക്കാരിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി അങ്ങനെ കുടിവെള്ളം എത്തി കുട്ടനാടിൽ എല്ലായിടത്തും. അത് വാർത്തയാക്കിയിരിക്കുന്നു ദേശാഭിമാനി. ആ വെള്ളം എല്ലായിടത്തും എത്തിച്ചേർന്ന നല്ല വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കുട്ടനാട്ടിലെ കുടിവെള്ള വാർത്ത ദേശാഭിമാനി ഇപ്രകാരം തരുന്നു. ഉൾപേജിൽ കുട്ടനാട്ടിലെ പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം സുഗമമാക്കിക്കൊണ്ടുള്ള സർക്കാർ ഇടപെടൽ ഫലം കാണുന്നു. എത്ര പണം ചെലവഴിച്ചും വീടുകളിൽ വെള്ളം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം പാലിച്ച് പഞ്ചായത്തുകൾ വിതരണ ചുമതല ഏറ്റെടുത്തു. അതുവഴി അത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമാകുമ്പോൾ അത് നിർബന്ധമായും നൽകപ്പെട്ടിരിക്കും എന്നതാണ് അതിൻ്റെ ഒരു സൗകര്യം. പ്രളയാനന്തരം ഉദ്യോഗസ്ഥരുടെ വിക്രിയകൾ രംഗത്ത് വന്നു തുടങ്ങി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഉദ്യോഗസ്ഥരങ്ങനെയാണ്. ഇങ്ങോട്ട് കിട്ടുന്നതിനെക്കുറിച്ചാണ് കൂടുതലും ആലോചിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചില ഉദ്യോഗസ്ഥന്മാർ, ചിലർ സസ്പെൻഷനിലായി, ചില എഞ്ചിനീയർമാർ എന്താ ചെയ്തത്? കൂട്ടുകാരുടെയും ചാർച്ചക്കാരുടെയും ഒക്കെ കേടുപറ്റാത്ത വീടുകൾക്ക് കേടുപറ്റി എന്ന് റിപ്പോർട്ട് നൽകി ലക്ഷങ്ങൾ, 4 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ. അവരുടെ വിക്രിയകൾ അങ്ങനെ ആയിരുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. കാണുക മറ്റൊരു ഉഗ്രൻ വിക്രിയ മംഗളം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അരിയും നെല്ലും നനഞ്ഞു എന്ന് കാട്ടി മില്ലുകളുടെ തട്ടിപ്പ്. അരി നനച്ചും അഴിമതി. ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടില്ലെങ്കിൽ അത് നടക്കില്ല. ഇപ്രകാരമാണ് വാർത്ത. ജി അരുൺ മംഗളത്തിൽ ലീഡ് വാർത്തയാക്കി തരുന്നത്. കാണുക. നനയാത്ത അരിയും നെല്ലും നനഞ്ഞെന്ന് കാട്ടി സർക്കാരിൻ്റെ കോടികൾ അടിച്ചു മാറ്റാൻ അണിയറ നീക്കം. സപ്ലൈകോ ഉന്നതരുടെയും ജനപ്രിയ ബ്രാൻഡ് അരിമിൽ ഉടമയുടെയും നേതൃത്വത്തിൽ 400 കോടി രൂപയോളം തട്ടിയെടുക്കാനാണ് നീക്കം. പ്രളയസമയത്ത് സർക്കാർ വക 6000 ലോഡ് നെല്ലും 5000 ലോഡ് അരിയും വിവിധ മില്ലുകളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വെള്ളം കയറിയ മില്ലുകളിൽ 5 മുതൽ 30% വരെ നെല്ലും അരിയും നനഞ്ഞു പോയിരുന്നു. എന്നാൽ കേടാകാത്ത അരിയും നെല്ലും മോശമായി എന്ന് കാണിച്ചാണ് തട്ടിപ്പിനുള്ള ഗൂഢാലോചന അരങ്ങേറിയത്. സപ്ലൈകോ ഉന്നതർ, ലാഭമുണ്ടാക്കുന്നത് പ്രമുഖ ബാൻഡ്, 3 ലക്ഷം രൂപയുടെ അരി 5000 രൂപയ്ക്കാണ് വിറ്റുമാറ്റാൻ നോക്കിയത്. ആ നിലയ്ക്ക് പ്രളയാനന്തരം അഴിമതി, ഉദ്യോഗസ്ഥരുടെ അഴിമതി പൊടിപൊടിക്കുന്നുമുണ്ട് എന്ന യാഥാർത്ഥ്യവും പത്രലോകം നമുക്ക് തരുന്നു. ആഘോഷങ്ങൾ ഉപേക്ഷിക്കുക, പ്രളയത്തിൻ്റെ കെടുതിയെ മുൻനിർത്തി കേരള സർക്കാരിൻ്റെ ആ നിലപാട് ദേശാഭിമാനി ഒന്നാം പുറം വാർത്തയാക്കിയിരിക്കുന്നു. അതിങ്ങനെയാണ്: ആഘോഷങ്ങൾ ഉപേക്ഷിക്കും, തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, സ്കൂൾ കലോത്സവം, കായിക മേള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയ ദുരന്തം നേരിട്ട സംസ്ഥാനത്ത് 1 വർഷത്തേക്ക് ഔദ്യോഗിക ആഘോഷങ്ങൾ ഉപേക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള അടക്കമുള്ള എല്ലാ ആഘോഷ പരിപാടികളും 1 വർഷത്തേക്ക് നടത്തില്ല. ഫിലിം ഫെസ്റ്റിവൽ, യുവജനോത്സവം, കലോത്സവം, വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഉൾപ്പെടെ എല്ലാ വകുപ്പുകളുടെയും ആഘോഷ പരിപാടികൾ എന്നിവ 1 വർഷത്തേക്ക് ഒഴിവാക്കും. എന്നാൽ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക്, ദേശീയതല മത്സരങ്ങളിലേക്കുള്ള സെലക്ഷൻ എന്നിവ കണക്കിലെടുത്ത് സ്കൂൾ കലോത്സവം, കായികമേള എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുകയും ചെയ്യും എന്ന നിലയ്ക്കൊരു ഉത്തരവ് ഇന്നലെ സർക്കാരിൽ ഇറങ്ങുകയുണ്ടായി. അതിനെ വ്യത്യസ്ത വികാരങ്ങളോടെയാണ് ആളുകൾ സ്വീകരിച്ചത്. മന്ത്രിതലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടായിട്ടുണ്ട്. അത് പുതിയ വാർത്തകളായി വരികയും ചെയ്യും, ഇനി തുടർ വാർത്തകളായി വരികയും ചെയ്യും. മുഖ്യമന്ത്രി ഇത്തരമൊരു നിലപാടിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യമായി ഇരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങനെയാണ്. അതിനോട് വിയോജിപ്പും ഈ കാര്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ധനവില കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇന്ധനവില സാധാരണഗതിയിൽ എങ്ങനെയാണ് സർക്കാർ ഇതിനെ നേരിടാൻ പോകുന്നത് എന്ന ആശയക്കുഴപ്പങ്ങൾ വരാറുണ്ട്. പ്രതിദിനം ഇന്ധനവില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ധനവില വർദ്ധിക്കുന്ന അനുപാതത്തിൽ തന്നെ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, ആന്ധ്ര മുഖ്യമന്ത്രി നായിഡു
അദ്ദേഹം പറയുന്നത് 100 രൂപയിൽ ചെന്ന് മുട്ടും പെട്രോളിൻ്റെ വില. അതുപോലെ തന്നെ രൂപയുടെ വില ഇടിവ് തത്തുല്യമായൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. $1 100 രൂപ ക്രമത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും തുടങ്ങിയ രീതിയിലാണ് വാർത്തകൾ. അപ്പോഴും മാധ്യമത്തിൻ്റെ ഒന്നാം പുറം വാർത്ത കാണുക, ഇന്ധനവില എക്സൈസ് തീരുവ പോലും കുറയ്ക്കില്ല എന്ന് കേന്ദ്രം. ഇന്ധനവില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴും എക്സൈസ് നികുതി കുറയ്ക്കില്ല എന്ന് കേന്ദ്രം. റവന്യൂ വരുമാനം കുറയാനിടയാക്കുന്ന നടപടികൾ സർക്കാർ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉന്നത കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഡോളറിനെതിരെ രൂപ അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ ഇന്നലെ ദില്ലിയിൽ പെട്രോൾ വില ലിറ്ററിന് 79 രൂപയായിരുന്നു. ഇവിടെ അത് 83 രൂപ വരെയായിരിക്കുന്നു എന്നാണ് വാർത്ത. ഇന്ന് ജനയുഗം അതിൻ്റെ ഒന്നാം പുറത്ത് വരുന്ന വാർത്ത, ഈ തരം വിലവർധനമൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് BJP അണിയറ ചിന്തകൾ നടക്കുന്നത്? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ ഭാവിയൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് 2019 ഉണ്ടാകാൻ പോകുന്നില്ല എന്ന. ഇന്ന് ജനയുഗം അതിൻ്റെ ഒന്നാം പുറം വാർത്ത തരുന്നത് കാണുക, ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPയുടെ വിജയം അസാധ്യം എന്ന് സാർവദേശീയമായ വിലയിരുത്തൽ. നിലവിലുള്ള സാഹചര്യത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം അസാധ്യമെന്ന് ലണ്ടൻ പ്രൊഫസറുടെ വിലയിരുത്തൽ പുറത്തു വന്നു. നരേന്ദ്രമോദിയാണ് നയിക്കുന്നതെങ്കിൽ NDA വിജയം അത്ര എളുപ്പമല്ലെന്നും അതിനാൽ മോദി നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഘടകകക്ഷികൾ പോലും ആവശ്യപ്പെടുമെന്നാണ് സമീപകാലത്ത് പുറത്തു വന്ന ചില അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത് എന്ന് ലണ്ടൻ സർവകലാശാലയ്ക്ക് കീഴിലെ സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ പ്രൊഫസർ ജെയിംസ് മാനർ ദി വയർ ഓൺലൈൻ മാഗസിനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വയർ എന്ന മാഗസിനിലാണത് വന്നിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹം തന്നെ മാറി നിന്നാലേ രക്ഷയുള്ളൂ എന്ന നിലക്ക് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് BJPയുടെ കൂട്ടുകക്ഷികൾ എത്തിച്ചേർന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരുന്നു പുകിൽ? 2014 ഇതാ വരുന്നു രക്ഷകൻ എന്ന നിലയ്ക്കാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇതാ മലർന്നടിച്ച് വീണ് കിടക്കുന്നു രക്ഷകൻ എന്ന് നിലയ്ക്ക് പറയേണ്ടി വരുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ ഗൗരി ലങ്കേഷ് വധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ തന്നെയാണ് കൊലയാളി എന്ന് വ്യക്തമാക്കപ്പെട്ടതായി സിറാജ് എന്ന പത്രം അതിൻ്റെ അവസാന പുറം വാർത്തയിൽ പറയുന്നു. ഫോറൻസിക് പരിശോധന വന്നപ്പോൾ കൊലയാളി തിരിച്ചറിയപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിൽ അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ കൊലപാതക കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഇടയിൽ സംഭവിച്ചത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. രമേശ് സെൻ പീലിക്കോടാണ് ബാംഗ്ലൂരിൽ നിന്ന് സിറാജിൽ ആ വാർത്ത നമുക്ക് തരുന്നത്. ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ പരശുറാം വാഗ്മുറെ തന്നെയാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയുന്നു. ഗൗരി വധക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗുജറാത്തിലെ ഫോറൻസിക് സയൻസ് ലാബിലാണ് ഇത് സംബന്ധിച്ച വിശദമായ പരിശോധന നടന്നത്. 2017 സെപ്റ്റംബർ 5 രാത്രി 8 മണിയോടെ രാജരാജേശ്വരി നഗറിലെ വീടിന് മുന്നിൽ വെച്ചാണ് ഗൗരി ലങ്കേഷ് വെടിയേറ്റ് മരിച്ചത്. ഈ സംഭവം ആ സംസ്ഥാനത്ത് BJPയുടെ സാധ്യത തകർക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് എന്നും നമുക്കറിയാവുന്നതാണ്. PK ശശി MLA അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമണ ആരോപണം വന്നിരിക്കുന്നു. അത് മാധ്യമങ്ങൾ വളരെ ഗൗരവതരമായി ഇന്നലെ ആഘോഷിച്ചു എന്ന് നമുക്ക് പറയാം. മലയാള മനോരമയാകട്ടെ ഇന്ന് മറ്റ് പത്രങ്ങൾ എന്ന മാതിരി തന്നെ ഒന്നാം പേജിൽ വലിയ വാർത്തയായി നമുക്ക് തന്നിട്ടുണ്ട്. PK ശശി MLAക്കെതിരായ ആരോപണം CPM അന്വേഷിക്കും. വാർത്ത ഇപ്രകാരം: CPM ഷൊർണൂർ MLA PK ശശിക്കെതിരെ DYFI ജില്ലാ നേതാവായ യുവതി നൽകിയ ലൈംഗികാതിക്രമണ പരാതി അന്വേഷിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഇതിനായി കമ്മീഷനെ നിയോഗിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതിയും AK ബാലനും ഉൾപ്പെട്ട കമ്മീഷനായിരിക്കും അത് എന്നാണ് സൂചന. വാർത്ത തള്ളി CPM PB. PK ശശിയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആരോപിച്ച് പോളിറ്റ് ബ്യൂറോ 3 വരി പ്രസ്താവന ഇറക്കി. വിഷയത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ടില്ലെന്നും
പ്രശ്നം സംസ്ഥാന കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുമാണ് പ്രസ്താവനയിൽ പറയുന്നത്. പരാതി ലഭിച്ചെന്നതും തുടർ നടപടികൾക്ക് തീരുമാനമുണ്ടായി എന്നതും PB നിഷേധിക്കുന്നില്ല. പക്ഷേ സംസ്ഥാന ഘടകം തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു PB. അതുമാത്രമല്ല, ഇന്ന് വാർത്ത ഇരിങ്ങാലക്കുടയിൽ DYFI നേതാവ് ഒരു ലൈംഗിക അതിക്രമണ കേസിൽപ്പെട്ട കാര്യവും പോലീസ് അക്കാര്യത്തിൽ കേസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതും ഇന്ന് വാർത്തയായി വരുന്നത് വഴി ഈ രണ്ട് വാർത്തകൾ ഒന്നിച്ച് അവതരിപ്പിച്ചുകൊണ്ട് പത്രങ്ങൾ അത് പ്രിന്റ് മീഡിയയിലും ആഘോഷിച്ചിട്ടുണ്ട്. ഇന്ന് മനോരമയുടെ ഒന്നാം പുറം തരുന്ന മറ്റൊരു വാർത്ത, മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നില്ല. സാധാരണ എല്ലാ ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ അത് ഇന്ന് ചേരുന്നില്ല. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അധ്യക്ഷം വഹിക്കാൻ മന്ത്രി EP ജയരാജന് ഗവർണർ അനുമതി നൽകിയെങ്കിലും ഈ ആഴ്ചത്തെ പതിവ് മന്ത്രിസഭാ യോഗം ഇന്ന് ചേരില്ല. അതിന് കാരണവുമുണ്ട്. പ്രത്യേക അജണ്ടയൊന്നുമില്ലാത്തതിനാൽ മന്ത്രിസഭ ചേരില്ലെന്നാണ് ഇതിനുള്ള സർക്കാർ വിശദീകരണം എന്നുകൂടി മനോരമ ഈ വാർത്തയിൽ നമ്മോട് പറയുന്നു. BJPക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു, അതിന് മേൽ കേസ് വന്നിരിക്കുന്നു. അത് വാർത്തകളായി ഇപ്പോൾ വന്നു കഴിഞ്ഞതാണ്. ആ കേസിൽ പ്രതി ആയ വിദ്യാർത്ഥിനിക്ക് ജാമ്യം അനുവദിച്ച വാർത്ത കേരള കൗമുദി ഇന്ന് വലിയ വാർത്തയാക്കി തരുന്നു. BJPക്കെതിരെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥിനിക്ക് ജാമ്യം. വിമാനത്തിൽ വെച്ച് BJP സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചതിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഗവേഷക വിദ്യാർത്ഥിനി ലൂയിസ് സോഫിയയ്ക്ക് തൂത്തുക്കുടി കോടതി ജാമ്യം അനുവദിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന BJP തമിഴ്നാട് പ്രസിഡന്റ് സൗന്ദരരാജൻ്റെ പരാതിയിലാണ് പോലീസ് വിദ്യാർത്ഥിനിയെ കസ്റ്റഡിയിലെടുത്തത്. ഇവർ ഒരു സാധാരണ യാത്രക്കാരിയല്ലെന്നും ഭീകര സംഘടനയുടെ ഭാഗമാണെന്നും സൗന്ദരരാജൻ ആരോപിച്ചു. BJPക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, അത് ഭീകരവാദികൾ തന്നെ. ആ നിലയ്ക്കാണ് കേസെടുത്തത്. പക്ഷേ ജാമ്യം ലഭിച്ചു. ഇന്ന് അതേ പുറത്ത് തന്നെ കേരളവും തരുന്ന മറ്റൊരു വാർത്താ ചാനലുകളിൽ ദളിത് പ്രയോഗം പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമാണ്. സ്വകാര്യ വാർത്താ ചാനലുകൾ ദളിത് പ്രയോഗം ഒഴിവാക്കണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ദളിത് എന്നതിനു പകരം ഭരണഘടനാപരമായ വിശേഷണമായ പട്ടികജാതി എന്ന് ഉപയോഗിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതേസമയം കേന്ദ്ര നിർദ്ദേശത്തെ സ്വകാര്യ വാർത്താ ചാനലുകളുടെ സമിതിയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ എതിർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ദളിത് എന്ന വാക്കിൻ്റെ പ്രയോഗം തുടർന്നും കേൾക്കാൻ കഴിയുമെന്ന് വേണം കരുതാൻ. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. ദളിത് എന്ന പദം ഉപയോഗിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുമ്പോൾ ഏതോ രീതിയിൽ ആ പദം കേന്ദ്ര സർക്കാരിൻ്റെ അത്യുന്നതങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്ന് ഉറപ്പ്. ദളിതിന് ഭയമാണോ കേന്ദ്ര സർക്കാരിന്? സിറാജ് എന്ന പത്രം അതേ സംബന്ധിച്ച് ഒരു മുഖപ്രസംഗം തന്നെ എഴുതിയിരിക്കുന്നു, കാണുക. ദളിത് ഉപേക്ഷിച്ചത് കൊണ്ടായോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരെക്കുറിച്ച് ദളിത് എന്ന പദം ഉപയോഗിക്കരുതെന്ന് മാധ്യമങ്ങൾക്ക് കേന്ദ്ര വാർത്താ വിതരണ സംപ്രേഷണ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. വാർത്തകളിലും ചർച്ചകളിലും ചാനലുകൾ പട്ടികജാതി എന്ന് തന്നെ ഉപയോഗിക്കണമെന്നും ദളിത് എന്ന പദം ഒഴിവാക്കണമെന്നും കാണിച്ച് ഇന്നലെയാണ് മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയത്. മാധ്യമങ്ങൾ ദളിത് എന്ന് ഉപയോഗിക്കാതിരിക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഒരു സ്വകാര്യ ഹർജിയിൽ മുംബൈ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൻ്റെ വിധി ചൂണ്ടിക്കാട്ടിയാണ് ഈ ഉത്തരവ്. ഷെഡ്യൂൾഡ് കാസ്റ്റിന് വിവിധ ഭാഷകളിലുള്ള നേർപരിഭാഷകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇനി എന്താണ് ദളിത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ആത്മാഭിമാനത്തിൻ്റെ ഒരു ചിഹ്നമാണ് ആ വാക്ക്. അതെങ്ങനെയാണ് ഉണ്ടായത്? സംസ്കൃതത്തിലെ ദൽ എന്ന പദത്തിൽ നിന്നാണ് ദളിത് ഉണ്ടായത് എന്നാണ് ഭാഷാ പണ്ഡിതരുടെ പക്ഷം. ചിതറിയ, മുറിഞ്ഞ എന്നിങ്ങനെയുള്ള അർത്ഥമാണ് സംസ്കൃതത്തിൽ ഈ പദത്തിന്. ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെട്ട, സമൂഹ ശരീരത്തിൽ നിന്ന് ദലനം ചെയ്യപ്പെട്ട, മുറിച്ചു മാറ്റപ്പെട്ട ജനവിഭാഗമാണല്ലോ പട്ടികജാതിക്കാർ. ആദ്യമായി ദളിത് എന്ന പദം ഉപയോഗിക്കുന്നത് മറാത്തി സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയുമായ ജ്യോതിറാവു ഫൂലെ, മഹാത്മാ ഫൂലെ ആണെന്നാണ് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ടവർ, ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തു നിൽക്കുന്നവർ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയവ അനുസരിക്കേണ്ടവർ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഈ പദം പ്രയോഗിച്ചത്.
ദളിതെന്ന വാക്കല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ദളിത് മുന്നേറ്റങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിക്ക് നൽകുന്ന പ്രതീക്ഷകളാണ് അവരെ അസ്വസ്ഥരാക്കുന്നത്. ദളിത് എന്ന പദമല്ല ഇവിടെ ഉപേക്ഷിക്കേണ്ടത്. അവർക്കെതിരെ സവർണരും അവരെ പ്രതിനിധീകരിക്കുന്ന ഭരണകൂടവും സ്വീകരിക്കുന്ന വിവേചനമാണ് യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്നുകൂടി ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു. സിറാജ്, ഇനി ഇന്നത്തെ ചിത്രം. കുട്ടനാട്ടിൽ ഇനിയും വെള്ളമിറങ്ങാത്ത ഏക പ്രദേശം കൈനകരി പഞ്ചായത്താണ്. ആ കൈനകരിയിൽ നിന്നാകട്ടെ ഇന്നത്തെ ചിത്രം. ഈ ചിത്രം കാണുക. കൈനകരിയിലെ ലൈലാമ്മയുടെ വെള്ളമിറങ്ങാത്ത വീട്ടിൽ കൃഷി മന്ത്രി സുനിൽകുമാർ എത്തിയപ്പോൾ എടുത്ത ചിത്രങ്ങൾ 1, 2, 3 എന്ന ക്രമത്തിൽ മലയാള മനോരമ ഇന്ന് ഉൾപേജിൽ തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.